നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. എൻ്റെ വകയും. എന്താണ് ധന്യ ഇവിടെ? നല്ല വിശേഷം. എന്താണ് ജെയിൻ ഇവിടെ? എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇല്ല, തോന്നുന്നില്ല. എന്താണ് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ്? എന്താണ് വിശേഷം? നമ്മൾ എന്തിനാ കൂടിയേക്കുന്നേ? ഒച്ചത്തിലോ? ഓണം ഒക്ടോബറിൽ എന്താ ഓണം? ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഓഗസ്റ്റില്? ശരിയാണല്ലോ. പിന്നെന്താണ് ഈ ഒക്ടോബറിൽ എല്ലാവരും വന്നിരിക്കുന്നത്? എന്തിനാ? ദുബായിൽ ഓണം ഒരിക്കലും തീരത്തില്ല. അൺടിൽ ഡിസംബർ ഓണം ആയിരിക്കും. ഡിസംബർ 24 മിഡ്നൈറ്റ് വരെ ഓണം, അത് കഴിഞ്ഞാൽ ക്രിസ്മസ്, അത് കഴിഞ്ഞാൽ ന്യൂ ഇയർ, അങ്ങനെയല്ലേ? അതെ, ദുബായിൽ എപ്പോഴും അങ്ങനെ തന്നെയാ. ഓക്കെ, D2 മലയാളം കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എന്നാലും പക്ഷേ നമ്മുടെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കാര്യപരിപാടികൾ, അല്ലേ ഡോക്ടർ ധന്യ? യെസ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ തന്നെ ആദ്യം ഉദ്ഘാടനം, പ്രാർത്ഥനാഗാനം, ചെറിയ ചെറിയ നമ്പറുകൾ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ദീപം തെളിയിക്കൽ ചടങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ദീപം തെളിയിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സാണ്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിനെ കുറിച്ച് 2 വാക്ക് പറയാം. 14 മെമ്പേഴ്സാണുള്ളത്. നമ്മുടെ പ്രസിഡന്റ് പ്രിൻസേട്ടനാണ്. പ്രിൻസേട്ടനാണ് ഈ പരിപാടി എല്ലാറ്റിൻ്റെയും പുറകിലുള്ളത്. പ്രിൻസേട്ടനാണ്. പക്ഷേ പ്രിൻസേട്ടൻ അത് അക്നോളജ് ചെയ്യില്ല. എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഞാനിപ്പോൾ പ്രിൻസേട്ടൻ നോക്കുന്നില്ല, പക്ഷെ ആൾ പുഞ്ചിരിക്കുന്നില്ലേ? ഇല്ലേ? അതാണ് പ്രിൻസേട്ടൻ, പുഞ്ചിരിക്കുന്ന പ്രിൻസേട്ടൻ. അപ്പോൾ ദൈവം തെളിയിക്കാം നമുക്ക്. So let me, on behalf of the D2 Malayalam community, let me please welcome all of you today for this Onam celebration. All our guests, welcome. All our Malayalam community members, welcome. And also the executive members. So we start off with the lamp lighting. And let me invite for the lamp lighting, Prince S. Salu Chandran, Vice President. Dhanya Girish, Secretary. Swati Dikshit, Joint Secretary. Vinu Balachandran, Treasurer. Malu Abhilash, Joint Treasurer. Divya Santosh, Arts Coordinator. Sri Kala, Arts Coordinator. Nitin, Sports Coordinator. Jane, Cluster Coordinator. Sudesh C, Social Media Coordinator. Benny Devasi, Member. Prince Thomas, Member. Jay Prasad, Member. So please put your hands together. So we start the program with the lamp lighting, which actually spreads a lot of positivity, wards off the evil. ഓണം നമുക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതാകുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വൈ ഓണം ഇസ് സോ സ്പെഷ്യൽ ഫോർ ദ മലയാളീസ്? Because Onam is actually connected to a lot of memories, right? Memories ആണ് നമ്മളെ ഓണമായിട്ട് എപ്പോഴും നമുക്ക് ആ ഒരു നമ്മൾ പണ്ടത്തെ കളിച്ച് നടന്ന സമയത്തെ ഓർമ്മകൾ, നമ്മൾ പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്തവർ, പിന്നെ ഓണസദ്യ, പൂവിളി, പൂക്കളം, പൂപ്പാട്ട്, ഓൾ ദീസ് തിങ്സ് ആർ ആക്ച്വലി എന്താ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറീസ് ആണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മെമ്മറീസ് ആണ്. അപ്പോൾ ആ നല്ല ഒരു പണ്ട് കടന്നുപോയ ഒരു നല്ല കാലത്തിൻ്റെ ഒരു ഓർമ്മയും കൂടിയാണ് ഓണം. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നല്ല വിശേഷങ്ങളുടെ ഒരു സമയത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു നമുക്കൊരു പ്രതീക്ഷയും കൂടിയാണ് ഓണം. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഓണം ഇത്രയും പ്രിയപ്പെട്ടതായി മാറുന്നത്. അപ്പോൾ ഇത്രയും ഒരു നമ്മളിപ്പം ലാമ്പ് ലൈറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ അരുണിമ സന്തോഷിൻ്റെ ഒരു പ്രെയർ റിസൈറ്റലാണ്. For that, let me please call upon Arunima Santosh.
ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കലങ്ങൾ സ്വർഗമാക്കണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാക്കണേ. പൗർണമി ചരാചരങ്ങൾ ങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്വർണ്ണമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. Thank you. So let us fill our hearts and minds with gratitude for all the blessings that we have received. Thank you so much, Arunima. Next will be Jane. വരുന്നില്ലേ? Jane ഇഷ്ടപ്പെട്ട ആളുടെ intro. Nobody, he actually needs no introduction. So Jane, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ആരെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ പ്രിൻസ് ഏട്ടനെ പറ്റി. വീണ്ടും പ്രിൻസ് ഏട്ടൻ. വീണ്ടും പ്രിൻസ് ഏട്ടൻ. പ്രിൻസ് ഏട്ടൻ ആയോ? പ്രിൻസ് ഏട്ടൻ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറിന്റെ പ്രസിഡന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. So let me with a lot of love welcome our favorite Prince Ethan for the presidential address. പ്രിൻസ് ഏട്ടൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ പരിപാടികളിലെ മാസ്റ്റർ നെഗോഷിയേറ്റർ ആണ് പ്രിൻസ് ഏട്ടൻ. സ്പോൺസേഴ്സിനെ കൊണ്ടുവരിക, പിന്നെ എന്തെങ്കിലും ട്രബിൾസ് ഉണ്ടെങ്കിൽ ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് പ്രിൻസ് ഏട്ടൻ്റെ കരിയർ തന്നെ. അപ്പോൾ പ്രിൻസ് ഏട്ടൻ കൂടുതൽ സംസാരിക്കുക അതിനെക്കുറിച്ച്. ഹലോ, നമസ്കാരം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ശരിക്കും നമ്മളെല്ലാം കൂടുമ്പോൾ ഒരു ഇമ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ D2 മലയാളം കുടുംബം എന്ന് നമ്മളെ വിളിക്കുന്നത്. അത് എൻ്റെ കുടുംബമാണ്, നിങ്ങളുടെ കുടുംബമാണ്, നമ്മളുടെ എല്ലാവരുടെയും കുടുംബമാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളെ കാണാൻ പോകുമ്പോഴോ ഉള്ള അതേ ഫീലാണ് നമ്മൾ ഓരോ പ്രാവശ്യവും കൂടുമ്പോഴും കിട്ടുന്നത്. ഈ D2 മലയാളം കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഈ സ്റ്റേജിൽ നിർത്തി. വളരെ രണ്ട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷമാണ് ഇതെടുക്കണോ വേണ്ടായോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതിന് മുമ്പ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നിരുന്നില്ല. പറഞ്ഞു വരികയാണെങ്കിൽ 2021 ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഡമാഹിൽ സ്റ്റൂവിൽ മലയാളികളുണ്ടോ, ഇന്ത്യക്കാരുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമുണ്ടായ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആരെയും കാണാനില്ല. ഒരു മലയാളിയെ കണ്ടപ്പോഴുള്ള സന്തോഷം, അതിനുശേഷം കുറേ മലയാളികളെ കണ്ടപ്പോഴുള്ള സന്തോഷം, അങ്ങനെ ഒരു കൂട്ടായ്മയായി. ആ കൂട്ടായ്മ വളർന്ന് വലുതായി. 2022 നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് പോയി, നമുക്ക് ഓണം ആഘോഷിക്കണ്ടേ, മലയാളികൾക്ക് ഓണമില്ലാതെ എന്ത് ആഘോഷം, നമ്മൾ മലയാളികൾക്ക് ഒരു ഗ്രൂപ്പില്ലേ എന്ന് ഒരു സംസാരം ഉണ്ടായപ്പോൾ എല്ലാവരും ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്തു, സംസാരിച്ചു. അങ്ങനെയായാലും ഇങ്ങനെയായാലും പ്രോഗ്രാമുകളെ പറ്റി പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. കാര്യം എന്ത് ചെയ്യുന്നതിനും നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചിട്ട് വിഘ്നം, അതായത് തടസ്സം, ആനയുടെ ശക്തിയുള്ള തടസ്സം, അത് എറിഞ്ഞൊടിച്ച് ആ തേങ്ങ ഉടച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനാരെങ്കിലും ഒരാൾ കാരണമാകണം. അങ്ങനെയാണ് ഈ D2 മലയാളത്തിൽ ഞാൻ
2 വ്യക്തികളെ പരിചയപ്പെട്ടത്. അത് നമ്മുടെ മനോജ് ചേട്ടനും മാലു ചേച്ചിയും. അവരാണ് ഇതിൻ്റെ ജീവനം നാടിയത്. ഇത് തുടക്കമിട്ടത് ശരിക്കും ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത് നജീമും ഷിഫാസും ആണെങ്കിലും അതിനെ ഈ ഒരു നിലയിലേക്ക് ഒരു സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവന്ന ആ മനോജിനും മാലുവിനും നന്ദി പറയാതെ നമുക്ക് ഒരു നിമിഷം പോലും ഇതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വലിയ താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സഹകരണം നമ്മളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മളുടെ മെമ്പർമാരുടെ എണ്ണം 400-ന് മുകളിലേക്ക് കടന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചർ വേണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തതും. ഈ പ്രസിഡൻ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ D2 മലയാളത്തിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വരെ ഡമാ ഹിൽസ് 2 പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റിയാണ്, ഒരുപാട് ആക്ടിവിറ്റീസ് ആണ്. നമ്മളെ വെച്ച് അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മളിത് തുടങ്ങിയ സമയത്ത് D2 മലയാളം തുടങ്ങി. ഇപ്പം നമ്മൾക്ക് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം, വളരെ ഒരു ഇതായിട്ട് ചെയ്യണമെന്നുള്ള ഇതിൽ നമ്മൾ ദുബൈ ബ്ലൂ ഡ്യൂൺസ് ലയൺസ് ക്ലബ്ബ് തുടങ്ങി. ബ്ലൂ ഡ്യൂൺസ് ലയൺസ് ക്ലബ്ബ് തുടങ്ങി, അത് ചാർട്ടർ ചെയ്തു. അതിൽ ചാർട്ടർ പ്രസിഡൻറ്റ് ഞാനായിരുന്നു. പിന്നെ അതിന് ശേഷം പുതിയ കൈകളിലേക്ക് മാറി. അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അവരിവിടെ മെഡിക്കൽ ക്യാമ്പുകളും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് അറിയാനില്ലാത്തവർ അതിലൊക്കെ പാർട്ടാവാനും അതിൽ സഹകരിക്കുകയും മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ അതിനുശേഷം നമ്മൾ ആലോചിച്ചത് ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ്. ഞാനിവിടെ വരുമ്പോഴും ഈ മൈക്ക് കാണുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനിവിടെ D2 ടോസ്റ്റ് മാസ്റ്റർ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. ആ ടോസ്റ്റ് മാസ്റ്റർ നമ്മൾ ഈ അടുത്ത മാസം വീണ്ടും ലോഞ്ച് ചെയ്യുകയാണ്. ടോസ്റ്റ് മാസ്റ്റർ അറിയാമല്ലോ എന്താണെന്ന്. നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്പിയറും അതെല്ലാം മാറ്റാനുള്ളൊരു ഇതുണ്ടാക്കി തരുകയാണ്. അങ്ങനെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊണ്ടുവരാനായിട്ട് അതെല്ലാം സാധിച്ചത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും ഏറ്റവും കൂടുതൽ കടപ്പാടും എനിക്കുള്ളത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിരുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഓരോരുത്തരും ഇന്നലെ ഞാൻ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴും ഇവരെല്ലാവരും ഇപ്പം JP കുറച്ച് മുമ്പേ വിളിച്ച് പറഞ്ഞ് ഞാൻ 3 മണിക്കാണ് ഉറങ്ങിയത്. സുധീഷ് കുറേ ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഉറക്കം നിന്ന് കഷ്ടപ്പെട്ട് ഈ ഇവൻ്റ് ഈ നിലയിലേക്ക് എത്തിച്ചപ്പോൾ അവരെല്ലാവരുമായിരുന്നു എൻ്റെ ശക്തിയും. ഈ പറഞ്ഞ പോലെ ഞാൻ പുറകിൽ നിന്ന് ചിരിച്ചുകൊണ്ട്, ശരിയാണ്, ഞാനൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. ബിസിനസ്സിലും പേഴ്സണലിലും ഒക്കെ ഉള്ള ക്രൈസിസുകൾ വരുമ്പോൾ എന്നെ ഒരു ഹോട്ട്ലൈൻ നമ്പർ പോലെ രാത്രി 12 മണിക്ക് 1 മണിക്ക് പ്രിൻസേട്ട പെട്ടു, എയർപോർട്ടിൽ പിടിച്ചു, പോലീസ് പൊക്കി, അങ്ങനെയൊക്കെയുള്ള ഇതിൽ ഞാൻ ഇൻവോൾവ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വരുന്ന ചെറിയ തടസ്സങ്ങളും കർമ്മ തടസ്സങ്ങളും ഞാൻ അതിലെ ഈ വിഘ്നങ്ങളുടെ തേങ്ങയെ അടിച്ചുടച്ചിട്ട് നമ്മൾ 2023 ആദ്യത്തെ ഓണം, ഇത് 3ാമത്തെ ഓണാഘോഷമാണ് നമുക്ക്. ഈ 3ാമത്തെ ഓണാഘോഷം അതിഗംഭീരമായിട്ട് നമ്മൾ നടക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി തന്നു. അതിൽ നമ്മൾ ഏറ്റവും നമ്മൾ പറയേണ്ടതും അവർ ഓർമ്മപ്പെടുത്തേണ്ടതും നമ്മളുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ നമ്മളുടെ ജയരൂപ് ഇതിലുള്ള സ്പോൺസേഴ്സ് ആരും D2 മലയാളത്തിൽ നിന്നൊരു ബിസിനസ് എടുത്തുകൊണ്ട് പോകാൻ വന്നവരല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളുടെ ജയരൂപാണ് നമ്മളുടെ പ്രസൻറ്റർ അഹലൻ. അല്ല, ജയരൂപ് ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടല്ല നമ്മളുടെ കൂടെ നമ്മളുടെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ജയരൂപിനും ഒരു സ്വാഗത പ്രസംഗത്തിനകത്ത് നമ്മളൊരു താങ്ക്സ് പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല. പക്ഷേ താങ്ക് യു ജയരൂപ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു. അതുപോലെ രണ്ടാമത്തെ സ്പോൺസർ നമ്മുടെ ദിയാഫ കോൺട്രാക്ടിങ്. ആ അൽ ദിയാഫ മഹാലക്ഷ്മി ഇവിടെ എത്തിയിട്ടില്ല. അവരെ ഇന്ന് വരുന്ന വഴിക്ക് അവരുടെ സൈറ്റിൽ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് അവർക്ക് പോകേണ്ടി വന്നു. അവരും നമ്മൾ ചോദിച്ചപ്പം അവർ D2-ലുള്ളതല്ല എങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അനന്ത പ്രിൻസ് നമുക്ക്, പക്ഷേ അവർക്കൊക്കെ കമ്മ്യൂണിറ്റി ഇഷ്ടമാണ്. അവരോരുത്തർ വരുമ്പോഴും ഏതൊരു മലയാളി നമ്മുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് പോയാലും നമ്മളുടെ ആ കൂട്ടായ്മയും നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. അത് മഹാലക്ഷ്മിയാണ്. രണ്ടാമത്തത് പൊളൈറ്റ് ഒയാസിസ് നമ്മുടെ മനോജിൻ്റെയാണ്. മനോജ്
അവർക്ക് ആക്ടിവിറ്റി ഒന്നും പറയണ്ട പ്രിൻസേട്ടാ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം എന്ന് പറഞ്ഞ മനോജിന് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ എക്സ്ട്രീം ഇൻ്റർനാഷണൽ, അത് ഞാനാട്ടോ. എന്നോടും ഇത് സമ്മതിക്കണമെങ്കിൽ എൻ്റെ ഫൈനാൻസ് ഡയറക്ടർ സമ്മതിക്കണം, അത് കവിത പ്രിൻസ്. പുള്ളിക്കാരി പറഞ്ഞു അല്ല നമ്മൾക്ക് എന്തായാലും ചെയ്യണം. പലപ്പോഴും എനിക്കൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു ചെറിയൊരു മെസ്സേജ് കിട്ടി. ദിവ്യ ചോദിച്ചു, പ്രിൻസേട്ടാ ഇത് നമുക്ക് പറ്റുമോ, നമ്മൾ കോൾ ഓഫ് ചെയ്താലോ, കാര്യം ഇപ്പോൾ സ്പോൺസേഴ്സ് ഒന്നും കിട്ടില്ല, ബജറ്റ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് കവിത പറഞ്ഞു അല്ല പ്രിൻസേട്ടാ നമുക്ക് ചെയ്യാം, ബാക്കി വരുന്നത് എത്ര നമുക്ക് ചെയ്യാം. ആ ധൈര്യത്തിലാണ് പിന്നെ രണ്ടാമത് മൂഡ്. അതാണ് ജെയിൻ പറഞ്ഞ ബാക്ക് ബോൺ എന്ന് പറഞ്ഞത്. നമ്മൾ ബാക്ക് ബോൺ ആയിട്ട് തന്നെ നിൽക്കും, എന്നും ഉണ്ടായിരിക്കും. പിന്നെ പ്രൊജക്ഷൻ ഹൗസ്, അവർ ജാസ്മിൻ മാഡം ഇവിടെ വന്നിട്ടില്ല, അതിന് പകരം നമ്മളുടെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ശ്രീകലയാണ് അത് ഓർഗനൈസ് ചെയ്തത്. പിന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ്, ടോസ്റ്റ് മാസ്റ്റർ. ഓഫ് കോഴ്സ് ടോസ്റ്റ് മാസ്റ്റർ എന്താണെന്നും ടോസ്റ്റ് മാസ്റ്റർ ചേർന്നാൽ എന്തൊക്കെ ഉണ്ടാകുമെന്നും പറയാനായിട്ട് ഒരു നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് വരുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയും. പിന്നെ എക്സ് ഗ്ലോബൽ നമ്മുടെ നന്ദേട്ടൻ. ആർക്കും മഹാലക്ഷ്മി ഒഴിച്ച് ബാക്കി മിക്കവരെല്ലാം ഏട്ടനും ചേച്ചിയുമാണ് നമ്മളുടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെമ്പർ ആണ്. അപ്പോൾ അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയാണ്. ഗ്ലോബൽ റിസോഴ്സസ് നമ്മുടെ സന്തോഷാണ് നമ്മളുടെ ദുബൈ ബ്ലൂ ഡ്യൂൺസ് ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്. ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റൊക്കെയാണ്. സന്തോഷ്, ബിഗ് താങ്ക്സ്. ഇനി സൂപ്പർ റൈഡർ നമ്മുടെ നാഷിയാണ്. നാഷി നമ്മളുടെ എല്ലാ ക്രിക്കറ്റ് ആയാലും ബാഡ്മിൻ്റൺ ആയാലും എല്ലാറ്റിലും വളരെ ആക്റ്റീവാണ്. നാഷിയുടെ സൂപ്പർ റൈഡർ. ലാല ഷോപ്പ്, സരിക ആൻഡ് ശരണ്യ ഇവിടെ ഉണ്ടെങ്കിൽ വളരെ താങ്ക്സ്. TMS ഫോട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം TMS ഫോട്ടോ നമ്മളുടെ ഏത് ഇവൻ്റ് ഉണ്ടെങ്കിലും തോമസിന് നമ്മളെ ക്യാമറയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ തോമസ് നമ്മളെ എല്ലാ ഇവൻറ്റിലും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുകയും തോമസിനും ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെയും ഇത് വെൽക്കം സ്പീച്ചാണ്, താങ്ക്സ് വോട്ട് ഓഫ് താങ്ക്സ് അല്ല, എങ്കിലും പറയാതില്ലെങ്കിൽ ഒരു നന്ദികേടായി പോകുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓരോ ഇവൻറ്റുകളുടെയും സ്പോൺസർമാരുണ്ട്. നമ്മുടെ ക്രിക്കറ്റിനകത്ത് നമ്മുടെ സ്പോൺസറെ ഷിപ്പ് വെൽ നമ്മുടെ ജോസിൻ്റെയാണ്. നമ്മളുടെ റോണ എലവേറ്റേഴ്സ് നമ്മളുടെ ബെന്നിച്ചേട്ടൻ്റെയാണ്. നമ്മളെല്ലാവരും ആരും ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൽ സ്പോൺസർമാരായത്, നമ്മളുടെ ഓരോ പ്രോഗ്രാമുകളും സക്സസ് ആക്കാൻ വേണ്ടി. അപ്പോൾ ആ സ്പോൺസർമാർക്ക് എല്ലാവരും നമ്മൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ D2 മലയാളത്തിൻ്റെ ഈ പ്രോഗ്രാം, ഇന്നത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ഇത് മുന്നോട്ട് പോകാനും എല്ലാവരും സഹകരിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് നമ്മളല്ലേ, നമ്മളുടെ കുടുംബമല്ലേ എന്ന് കരുതി ക്ഷമിക്കുക, സഹിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രിൻസേട്ടൻ്റെ കാര്യം പറയുമ്പോഴേക്കും പ്രധാനമായിട്ട് ഒരാളുടെ കൂടി കാര്യം പറയണമല്ലോ, നമ്മുടെ കവിതേച്ചി. വേർ ഇസ് കവിതേച്ചി? വെൽക്കം. കവിതേച്ചി ഇല്ലാണ്ട് പ്രിൻസേട്ടനില്ല. So once again let me just welcome all of you, also our guests, and thank our sponsors for putting up such a good show.